നമ്മൾ ഇന്നലെ പഠിച്ചുകൊണ്ടിരുന്നത് വിശ്വാസം ഒരു കൃപാവരം എന്നതാണ്. വിശ്വാസവും കൃപയും. പെട്ടെന്ന് ആ ഖണ്ഡിക ഒന്ന് വായിച്ചിട്ട് നമ്മൾ അതിൻ്റെ മാർജിനൽ പാരഗ്രാഫുകളിലേക്ക് പോകുന്നു. 552 നമ്മൾ ആദ്യം പഠിക്കേണ്ടത്. പിന്നെ 1814 പോകുന്നു. വിശ്വാസത്തിൻ്റെ സവിശേഷതകളിലേക്കാണ് നമ്മൾ നീങ്ങുന്നത്. അതിൽ വിശ്വാസം ഒരു കൃപാവരം. 153 ഖണ്ഡിക, പേജ് 42. യേശു ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണെന്ന് പത്രോസ് പ്രഖ്യാപിച്ചപ്പോൾ അവിടുന്ന് പത്രോസിനോട് പറഞ്ഞു, ഈ വെളിപ്പെടുത്തൽ വന്നത് മാംസരക്തങ്ങളിൽ നിന്നല്ല, പ്രത്യുത സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൽ നിന്നാണ്. വിശ്വാസം ഒരു ദൈവദാനമാണ്. അത് ഭയങ്കര ഒരു പോയിൻ്റാണ്. വിശ്വാസത്തിൽ കുറവുള്ളവരെയും സ്വീകരിക്കുക എന്ന് പൗലോസ്ലീഹ പറയുന്നത് നമുക്കറിയാം. റോമർ 14 ദൈവം മനുഷ്യനിലേക്ക് നിശ്വസിക്കുന്ന പ്രകൃത്യാതീത സുഹൃതമാണത്. ഈ വിശ്വാസം പ്രവൃത്തിപഥത്തിലാക്കുന്നതിന് മുൻപ് മനുഷ്യനെ ചലിപ്പിക്കാനും സഹായിക്കാനും ദൈവത്തിൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ ആന്തരിക സഹായങ്ങളും ആവശ്യമാണ്. ഈ വിശ്വാസം പ്രവൃത്തി പദത്തിലാക്കുന്നതിന് മുൻപ് മനുഷ്യനെ ചലിപ്പിക്കാനും സഹായിക്കാനും ദൈവത്തിൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ ആന്തരിക സഹായങ്ങളും ആവശ്യമാണ്. അവിടുന്ന് ഹൃദയത്തെ ചലിപ്പിക്കുകയും ദൈവത്തിങ്കിലേക്ക് തിരിക്കുകയും മനസ്സിൻ്റെ നേത്രങ്ങളെ തുറക്കുകയും ചെയ്യുന്നു. സത്യത്തെ അംഗീകരിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നത് എല്ലാവർക്കും ആസ്വാദ്യകരമാക്കുന്നതും പരിശുദ്ധാത്മാവ് തന്നെ. പ്രൈസ് ദി ലോർഡ്. ഇതിനെക്കുറിച്ച് ഒരുപാട് വിശദീകരണങ്ങൾ ഇന്നലെ നമ്മൾ പഠിച്ചു. ഇനി 552 ഖണ്ഡിക, 552 ഖണ്ഡികയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. അതിൽ ഈ പത്രോസിൻ്റെ വിശ്വാസ പ്രഖ്യാപനത്തിൻ്റെ വിശദാംശത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. 552 12 പേരുടെ ഗണത്തിൽ ശമയോൻ പത്രോസിനാണ് പ്രഥമ സ്ഥാനം. 12 പേരുടെ ഗണത്തിൽ ശമയോൻ പത്രോസിനാണ് പ്രഥമ സ്ഥാനം. ഒരു അനന്യ ദൗത്യം യേശു പത്രോസിനെ ഭരമേൽപ്പിച്ചു. അനന്യ ദൗത്യം, അതായത് ഏറ്റവും പ്രധാനപ്പെട്ടതും അതുപോലെ വേറൊരാൾക്കില്ല. ദ യുണീക്ക് അനന്യ ദൗത്യം യേശു പത്രോസിനെ ഭരമേൽപ്പിച്ചു. പിതാവിൽ നിന്നുള്ള വെളിപാടിൻ്റെ ഫലമായി നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണെന്ന് പത്രോസ് ഏറ്റു പറഞ്ഞു. അതാണ് ആ 12 പേരിൽ പത്രോസിന് മാത്രമാണ് പിതാവ് അങ്ങനെ ഒരു രഹസ്യം വെളിപ്പെടുത്തി കൊടുത്തത്. അപ്പോൾ അവിടെ നിന്ന് അവനോട് പറഞ്ഞു. അതാണ് വിശ്വാസം ദൈവദാനമാണെന്ന് പറയുന്നതിൻ്റെ ഒരു പോയിന്റ്. പത്രോസിനെ പിതാവിൻ്റെ ഒരു വെളിപാടിലൂടെയാണ് മനസ്സിലാവുന്നത്, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണെന്ന്. അപ്പോൾ അവിടെ നിന്ന് അവനോട് പറഞ്ഞു, നീ പത്രോസാണ്. ഈ പാറമേൽ എൻ്റെ സഭ ഞാൻ സ്ഥാപിക്കും. ഇനി അടുത്തതാണ് വളരെ പ്രധാന ഒരു കാര്യം. നരക കവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല. അതാണ് ഈ പാറയുടെ ഒരു പ്രത്യേകത. സഭയെ എങ്ങനെയാണ് കാണേണ്ടത്? സഭ ക്രിസ്തു തന്നെയാണ്. സഭ ദൈവത്തിൻ്റെ പാറയാണ്. ഇത് മനസ്സിലാകാത്ത
ക്രിസ്ത്യാനികളുടെ അവസ്ഥ ഭയങ്കര ദാരുണമാണ്. സഭ ഒരു പാറയാണെന്നും സഭയുടെ മേൽ നരക കവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല. ഞാനിത് പറയുമ്പോഴെല്ലാം നമ്മുടെ ബെനഡിക്റ്റ് പിതാവ് ഒരു യാത്രയിൽ വെച്ച് ഒരു രാജ്യത്തേക്ക് പോവുകയാണ്. ഞാൻ ആ പേര് മറന്നുപോയി. ആ രാജ്യത്ത് ബെനഡിക്റ്റ് പിതാവിനെതിരായും സഭയ്ക്കെതിരായും വലിയ പ്രശ്നങ്ങളും പിതാവ് വന്നിറങ്ങുമ്പോൾ അതിന് എതിരായിട്ട് വലിയ ബഹളങ്ങളൊക്കെ ഉണ്ടാക്കും എന്ന് അവർ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അപ്പോൾ പരിശുദ്ധ പിതാക്കന്മാർ പ്ലെയിനിൽ പോകുമ്പോൾ പ്ലെയിനിൽ വെച്ചൊരു പ്രസ് കോൺഫറൻസ് ഉണ്ട്. അപ്പോൾ ആ പ്രസ് കോൺഫറൻസിൽ ഒരു ജേർണലിസ്റ്റ് ചോദിച്ചു, പിതാവേ, അവിടെ വളരെ പ്രക്ഷുബ്ധമായ അന്തരീക്ഷമാണല്ലോ, അവിടെ ചെല്ലുമ്പോൾ അവരെല്ലാവരും ഒരുപാട് പിതാവിനെതിരായും സഭയ്ക്കെതിരായും വളരെ പ്രക്ഷുബ്ധമായ അന്തരീക്ഷമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് പിതാവ് എന്താ പറയണേ? അപ്പോൾ പിതാവ് വളരെ സോഫ്റ്റായിട്ട് വളരെ കൂളായിട്ട് പറഞ്ഞു, നരക കവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല എന്ന് കർത്താവ് പറഞ്ഞത് ഓർക്കുന്നില്ലേ എന്ന് പറഞ്ഞു. പ്രൈസ് ദ ലോർഡ്. അതാണ്. അപ്പോൾ ഒരുപാട് പേര് സഭയ്ക്കെതിരായിട്ടും സഭ ആകെ പോകും, സഭ നശിക്കും, സഭ അങ്ങനെയാകും, സഭ തകരും, സഭ നശിക്കും, സഭയെ നശിച്ചു, സഭയെ ആക്രമിക്കണു, സഭയെ പുച്ഛിച്ച് സംസാരിക്കണു. ഈ ഒരു രഹസ്യം മനസ്സിലാകാത്തതുകൊണ്ടല്ലേ? അപ്പോൾ അറ്റ്ലീസ്റ്റ് വിശ്വാസികളായ നമ്മളെങ്കിലും ഇത് മനസ്സിലാക്കണം. എന്ത് മനസ്സിലാക്കണം? സഭയ്ക്കെതിരെ നരക കവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല. എൻ്റെ കർത്താവേ, ഇതൊന്ന് ഓർത്ത് നോക്കിയേ. ഓരോരുത്തർ കിടന്നിട്ട് ഇങ്ങനെ ഭയങ്കര ബഹളം ഉണ്ടാക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ്? ഈ സഭ എന്നത് ഒരു പൊളിറ്റിക്കൽ പാർട്ടി ആണെന്നാണ് വിചാരിക്കണേ. സഭ ഒരു പൊളിറ്റിക്കൽ പാർട്ടി അല്ല. സഭ ദൈവം തന്നെയാണ്. ദൈവം തന്നെയാണ്. ക്രിസ്തു തന്നെയാണ്. അത് ക്രിസ്തു തന്നെയാണ് പണിയെന്ന് പറഞ്ഞേക്കണത്. പത്രോസിനോട് പണിയാനല്ല പറഞ്ഞത്. ശ്രദ്ധിക്കണം, എന്താ പറഞ്ഞത്? അപ്പോൾ അവിടെ നിന്ന് അവനോട് പറഞ്ഞു, നീ പത്രോസാണ്. എന്നിട്ട് എന്ത് പറഞ്ഞു? എല്ലാവരും ഒന്ന് കരമുയർത്തി ശബ്ദമുയർത്തുന്ന ഏറ്റു പറഞ്ഞേ, ഈ പാറമേൽ എൻ്റെ സഭ ഞാൻ പണിയും, ഞാൻ സ്ഥാപിക്കും. എല്ലാവരും കരമുയർത്തി പറയും, ഈ പാറമേൽ എൻ്റെ സഭ ഞാൻ സ്ഥാപിക്കും. അതാണ്. പത്രോസല്ല പണിയുന്നേ, മനുഷ്യരുമല്ല, കർത്താവ് തന്നെയാണ് പണിയുന്നത്. കർത്താവ് തന്നെയാണ് സ്ഥാപിക്കുന്നത്. ഈ പാറമേൽ, ഈ പാറയെ പാറയാക്കുന്നത് കർത്താവ് തന്നെയാണ്. ഈ പാറമേൽ എൻ്റെ സഭ ഞാൻ പണിയും. അപ്പോൾ ഇത് വലിയൊരു ബോധ്യമാണ് ഉണ്ടാവണം. നമ്മൾ വിചാരിക്കണത് ഇത് മാർപ്പാപ്പയാണ് പണിയണേ, പെത്രാന്മാരാണ് പണിയണേ, അച്ഛന്മാരാണ് പണിയണേ. ഇപ്പോൾ ചില സമയത്ത് ഓരോ പ്രശ്നങ്ങളുണ്ടായപ്പോൾ ചിലവരെനിക്ക് മെസ്സേജ് അയച്ചു, എൻ്റെ ബ്രദറെ, എൻ്റെ മക്കൾ പറയണത്, എൻ്റെ മോൻ പറയണത്, ഇങ്ങനെയുള്ള സഭയിൽ ഞാനെന്തിനാണ് ജീവിക്കണേ? ഇങ്ങനെയുള്ള സഭ, അതുപോലെ ഇതുപോലത്തെ ഉള്ള സഭയിൽ എനിക്ക് വിശ്വസിക്കണ്ട. അപ്പോൾ ഞാൻ പറഞ്ഞു, നമ്മൾ ഇതൊന്നും അവരോട് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ മാതാപിതാക്കൾക്ക് തന്നെ അറിയണ്ടേ ഈ സഭ ആരാണ്, എന്താണ്. അപ്പോൾ അവർ നോക്കുമ്പോൾ ഇതെന്തോ ഒരു പൊളിറ്റിക്കൽ പാർട്ടി മാതിരിയാണ്. ഈ പാർട്ടിയിലെന്നാൽ ഞാനില്ല, ഈ പാർട്ടി വിട്ട് ഞാൻ വേറെ പാർട്ടിയിൽ പോകും. അപ്പോൾ എന്തോരം നമ്മൾ വളരാനുണ്ടെന്ന് ആലോചിച്ച് നോക്കിയേ. അഥവാ നമ്മൾ ആരംഭിച്ചിട്ടേ ഇല്ല,
നമ്മൾ ആരംഭിക്കുന്നേ ഉള്ളൂ. നമ്മൾ 2000 വർഷമായെങ്കിലും ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങളും സഭ എന്താണെന്നും സഭയിൽ നമ്മൾ ആരാണെന്നും നമ്മൾക്ക് സഭയിലൂടെ സഭയുമായിട്ടുള്ള ബന്ധം എന്താണെന്നൊക്കെ നമ്മൾക്ക് മനസ്സിലാകുന്നേ ഉള്ളൂ. നമ്മുടെ ഈ ഗ്രൂപ്പിൽ തന്നെയുള്ള ഒരു സഹോദരി പറഞ്ഞു, അവരുടെ മകൻ ഒരു ദിവസം ദേഷ്യപ്പെട്ടിട്ട് പറഞ്ഞു, ആ ബാപ്റ്റിസം സർട്ടിഫിക്കറ്റ് എടുത്തേ, ഞാൻ കൊണ്ടുപോയിട്ട് പള്ളിയിലെ അച്ഛൻ്റെ അടുത്ത് ക്യാൻസലാക്കാൻ പോകാമെന്ന് പറഞ്ഞു. പ്രായപൂർത്തിയായ മകനാണ്. അപ്പോൾ നമ്മുടെ ക്ലാസ്സെല്ലാം കേട്ട് പരിചയമുള്ളതുകൊണ്ട് ഈ ചേച്ചി പറഞ്ഞു, ഇടുന്ന കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഒന്ന് മനസ്സിലാക്കിക്കോ, ഈ സർട്ടിഫിക്കറ്റ് ഒന്നും അല്ല കാര്യം, നിന്റെ ആത്മാവിൽ യേശു ക്രിസ്തു തൻ്റെ രക്തം കൊണ്ട് ഒരു മുദ്ര കുത്തിയിട്ടുണ്ട് ബാപ്റ്റിസത്തിൽ. ആ മുദ്ര നീയോ സഭയോ യേശു ക്രിസ്തുവിന് തന്നെ അത് മാറ്റാൻ പറ്റില്ല. അതുപോലത്തെ ഒരു മുദ്രയാണ്. എന്നാ കൊണ്ടുപോയി ക്യാൻസലാക്കുക എന്ന് പറഞ്ഞെടുത്ത് കൊടുത്തു. അപ്പോഴാണ് അവൻ ആകെ കണ്ണു തുറന്നത്. മുദ്രയോ? എൻ്റെ ആത്മാവിലോ? യേശു ക്രിസ്തുവോ? അത് മാറ്റാൻ പറ്റില്ലെന്നോ? അതാണ് സഭയുടെ മകനാണെങ്കിൽ നമ്മളൊരു പൊളിറ്റിക്കൽ പാർട്ടിയിൽ മെമ്പർഷിപ്പ് എടുക്കാൻ നമ്മുടെ ഇഷ്ടപ്രകാരം പോയതൊന്നുമല്ല. നമ്മുടെ ഇഷ്ടപ്രകാരമല്ല നമ്മൾ ഈ സഭയിൽ ജനിച്ചത്. അപ്പോൾ എന്തൊരു വലിയ ഒരു കാര്യമാണത്. പത്രോസിന് ഇഷ്ടമുണ്ടായിട്ടാണോ പത്രോസിനെ മാർപ്പാപ്പയാക്കിയതും പാറയാക്കിയതൊക്കെ? പത്രോസ് രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് പാവം വിശ്രമിക്കാൻ ആയിട്ട് വന്നപ്പോൾ ആ വള്ളത്തിലേക്ക് കർത്താവ് ഈശോ കയറിയിരുന്നത്. എക്സ്ക്യൂസ് മീ, ഞാൻ രാത്രി മുഴുവൻ അധ്വാനിച്ചതാണ്, ഒന്ന് മാറി തന്നെ വേറെ ഏതെങ്കിലും വള്ളത്തിൽ കയറാൻ പറഞ്ഞോ? ആ സീനൊന്ന് ആലോചിച്ച് നോക്കി. അവിടെ വേറെ വള്ളം ഉണ്ടായിരുന്നു, അതിനകത്ത് കയറിയില്ല. കാരണം ഇവിടെയാണ് നമ്മൾ ഇന്നലെ കേട്ടു, യുഗങ്ങളുടെ ആരംഭത്തിൽ മുമ്പ് തന്നെ ഇതെല്ലാം കർത്താവ് തീരുമാനിച്ചിട്ടുള്ളതാണ്. ആരാണ് ഈ ശിമയോൻ? ആരായിരിക്കണം മാർപ്പാപ്പ? ഇതൊക്കെ ഈശോ പറഞ്ഞു, ലോകസ്ഥാപനത്തിന് മുമ്പ് പദ്ധതി ഇട്ടിട്ടുള്ളതാണ് ഇതെല്ലാം. നമ്മളെക്കുറിച്ചും അങ്ങനെ തന്നെയാണ്. നമ്മൾ ടെമ്പറലായിട്ടുള്ള കാര്യങ്ങളാണ് ചിന്തിക്കുന്നത്. സഭയുടെ എല്ലാ കാര്യങ്ങളും ഏതാണ് ആ വചനം? എഫേസ്യോസ് 1:4 ലോകസ്ഥാപനത്തിന് മുമ്പ് ക്രിസ്തുവിൽ കിട്ടി. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരായ 1:4 തൻ്റെ മുമ്പാകെ സ്നേഹത്തിൽ പരിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കാൻ ലോകസ്ഥാപനത്തിന് മുൻപ് തന്നെ അവിടുന്ന് നമ്മെ ക്രിസ്തുവിൽ തിരഞ്ഞെടുത്തു. അപ്പോൾ ക്രിസ്തു ലോകസ്ഥാപനത്തിന് മുമ്പ് ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. എന്തായിട്ടുണ്ടായിരുന്നു? വചനമായിട്ടുണ്ടായിരുന്നു. ആ വചനമാണ് സകലത്തെയും സൃഷ്ടിച്ചത്. ആ വചനം തന്നെയാണ് നമ്മളെല്ലാവരെയും സൃഷ്ടിച്ചതും. നമ്മൾ ഓരോരുത്തരെയും കർത്താവ് ഓരോ പോർട്ട്ഫോളിയോ കൊടുത്ത് ഓരോരുത്തരെയും. അപ്പോൾ ഈ ശിമയോനെ, നീ ശിമയോനല്ല, നീ പത്രോസാണ്. പീറ്റർ, പാറ. പെട്രോ എന്ന് പറഞ്ഞാൽ പാറ. പെട്രോളിയം എന്ന് പറഞ്ഞാൽ പാറയുടെ താഴെ കൂടി ഒഴുകുന്ന ദ്രാവകമാണ്. ഞാനത് പറയുന്നത് എളുപ്പം ഓർക്കാൻ വേണ്ടിയാണ്. പാറ. അപ്പോൾ സഭ ഒരു പാറയാണ്. എന്തർത്ഥത്തിലാണ് ആ പാറ? വിശ്വാസത്തിൻ്റെ പാറ. ഇനി ഞാൻ ആ സമുദ്രതീരത്തിൻ്റെ കാര്യം ഓർക്കും. സമുദ്രതീരത്ത് ഒരു പാറ. സമുദ്രത്തിലെ തിരമാലകൾ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും. പാറയ്ക്ക് വല്ല അനക്കമുണ്ടോ? ഇതാണ് സഭ. ഇതായിരിക്കണം ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതം. നമ്മളുടെ ജീവിതത്തിൽ എല്ലാ ദിവസവും നിരവധി തിരമാലകൾ വന്ന് നമ്മുടെ മേൽ അടിക്കും. പക്ഷേ കുലുങ്ങരുത്. അതാണ് പാറ. അപ്പം ഇവിടെ ഈ പാറമേൽ ശ്രദ്ധിക്കണം, ഒരിക്കൽ കൂടി ശ്രദ്ധിക്കണം. സഭ പണിയുന്നത് നമ്മളോ മെത്രാനോ വൈദികനോ മാർപ്പാപ്പയോ അല്ല. സഭ പണിയുന്നത് ആരാണ്? കർത്താവ് ഈശോ മിശിഹാ തന്നെയാണ്.
ഈ പാറമേൽ എൻ്റെ സഭ ഞാൻ പണിയും. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. അതൊരു കോൺഫിഡൻസ് നമുക്ക് വേണം. നമ്മൾ അങ്ങനെ കർത്താവ് തന്നെ തൻ്റെ രക്തം കൊടുത്ത് പണിതുയർത്തിയ ആ പാറയുടെ ഒരു ഭാഗമാണ് നമ്മൾ എന്ന് വിശ്വസിക്കണം. ഹല്ലേലൂയ. അഭിമാനിക്കണം, അതിൽ നമ്മൾ ആനന്ദിക്കണം, അതിൻ്റെ മഹത്വത്തിൽ നമ്മൾ സന്തോഷിക്കണം. അപ്പോഴാണ് നമ്മളൊരു സഭയുടെ മകനാണ് ഞാൻ എന്നുള്ള വലിയ ബോധ്യം നമുക്ക് വരുന്നത്. ആ ബോധ്യം നമുക്കുണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര ഒരു പ്രൗഢിയാണ്. ഒരു പ്രൗഢി എന്ന് പറഞ്ഞാൽ ഒരു തെറ്റായ അർത്ഥത്തിലല്ല ഞാൻ പറയണത്. എന്താ മലയാളത്തിൽ അതിനൊരു വാക്ക്, ഒരു അഹങ്കാരം എന്നല്ല, വേറെ എന്തെങ്കിലും ഒരു വാക്കുണ്ടോ? ഐ ആം പ്രൗഡ് ഓഫ് മൈ ചർച്ച്. ഐ ആം പ്രൗഡ് ഓഫ് മൈ ചർച്ച്. അഭിമാനം, അതിൽ അന്തസ്, അതെൻ്റെ അന്തസ്സാണത്. ഇറ്റ്സ് മൈ ഡിഗ്നിറ്റി. അതിലെനിക്ക് അഭിമാനമാണ്. ഞാൻ ഈ സഭയിലെ അംഗമായി ജനിച്ചു. ദൈവം എന്നെ അതിനുള്ള അനുഗ്രഹം തന്നു. അതിൽ ഞാൻ അഭിമാനിക്കുന്നു. വേറെ ഏതെങ്കിലും നല്ല വാക്കുണ്ടെങ്കിൽ പറഞ്ഞോളൂ. അഭിമാനം ഉണ്ടാകണം നമുക്ക്. താങ്ക് യു. അഭിമാനം, യെസ്. അപ്പോൾ നമ്മൾ ഓരോരുത്തർക്കും അഭിമാനം ഉണ്ടാകണം. അതോടൊപ്പം ഈ പാറയാണെന്ന് പറഞ്ഞിട്ട് ഇവിടെ പിശാചും പല ആൾക്കാരും ഇതിനെതിരെ വരില്ല എന്നൊന്നും വിചാരിക്കേണ്ട. വരും, വന്നോട്ടെ. ഒരു ഒപ്പോസിഷൻ പാർട്ടി എപ്പോഴും ഉണ്ടായിരിക്കണം. സഭയ്ക്ക് എപ്പോഴും ഒപ്പോസിഷൻ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. കർത്താവ് തന്നെ തൻ്റെ സൃഷ്ടിയിൽ തന്നെ നമുക്ക് കാണാം. ആദത്തിൻ്റെ 2 മക്കൾ കായനും ആബേലും. കണ്ടോ? കായൻ ആബേലിന് ഒപ്പോസിഷനാണ്. ഇസ്മായിൽ ഇസഹാക്ക്. ഇസ്മായിലിനെ ഹാഗാർ ഗർഭം ധരിച്ചപ്പോൾ തന്നെ കർത്താവ് പറഞ്ഞു, നിൻ്റെ അകത്തുള്ളവൻ കാട്ടുകഴുതയ്ക്കൊത്ത ശക്തി ഉണ്ടാകും. അവൻ അവൻ്റെ സഹോദരന് ഒപ്പോസിഷനായിരിക്കും. ഇതാണ് ഇംഗ്ലീഷ് ബൈബിളിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക്. ഹി വിൽ ബി ഇൻ ഒപ്പോസിഷൻ ടു ഹിസ് ബ്രദർ. അപ്പോൾ ഈ ഇസഹാക്ക് ജനിച്ചിട്ടില്ല എന്ന് ഓർക്കണം. ഇസഹാക്ക് ജനിക്കുന്നതിന് മുൻപേ ഇസഹാക്കിൻ്റെ ഒപ്പോസിഷൻ പാർട്ടി ഉണ്ടായിക്കഴിഞ്ഞു. ഇനി അത് കഴിഞ്ഞിട്ട് ഇസഹാക്കിൽ നിന്ന് റെബേക്കയ്ക്ക് ഉണ്ടാകുന്ന ട്വിൻസ് കണ്ടോ? അവിടെ ഈ ഒപ്പോസിഷൻ പാർട്ടിയും റൂളിംഗ് പാർട്ടിയും ഒറ്റ ഗർഭത്തിൽ വന്നിരിക്കുകയാണ്. ആരാണത്? ഏസാവും യാക്കോബും. ഏസാവും യാക്കോബിന് ഒപ്പോസിഷൻ, കംപ്ലീറ്റ് ഡിഫറൻറ്റ്. അപ്പോൾ ആ പോയിന്റിലേക്ക് ഞാൻ ഇപ്പോൾ കിടക്കുന്നില്ല. അപ്പോൾ ഇതെല്ലാം ദൈവത്തിൻ്റെ തന്നെ പരിപാടിയാണ്. ഈ നരക കവാടങ്ങളെ സഭയ്ക്കെതിരെ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. എന്തായാലേ സഭ വീര്യത്തിലോടുകയുള്ളൂ. ഒരു കുതിപ്പ് ഉണ്ടാകണമെങ്കിൽ ഒപ്പോസിഷൻ വേണം, അല്ലെങ്കിൽ ഒരു തണുത്ത് ലൂക്ക് വാമിലൂടെ പോകും. നമുക്ക് എപ്പോഴും ഒരു ഒപ്പോസിഷൻ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഒരു പ്രതിരോധം അല്ലെങ്കിൽ ഒരാക്രമണം നമുക്കെതിരെ ഉണ്ടായിക്കൊണ്ടിരിക്കും. പക്ഷേ എന്ത് വലിയ ആക്രമണമുണ്ടായാലും നരക കവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല. പ്രൈസ് ദ ലോർഡ്. അതാണ് സർവാധിപനാം കർത്താവെന്ന് ഓരോ ദിവസം പാടുമ്പോൾ മനസ്സിലാക്കണം. ചുമ്മാ അങ്ങ് പാടിപ്പോയാൽ പോരാ. ആരാണ് ഈ കർത്താവ്? സർവാധിപനാം കർത്താവ്. സർവാധിപനാണ് നമ്മുടെ കർത്താവ്. ആ സർവാധിപനായ കർത്താവാണ് എൻ്റെ അകത്ത് വസിക്കുന്നത്. ഹല്ലേലൂയ. അപ്പോൾ ഇനി തുടരുകയാണ്. സജീവശിലയായ ക്രിസ്തു. അപ്പോൾ ആ പാറ അതെവിടെ നിന്ന് വരുന്നു? സജീവ ശില. പത്രോസിൻ്റെ മേൽ പണിയപ്പെട്ട തൻ്റെ സഭയ്ക്ക് മരണശക്തികൾക്കെതിരെ വിജയം ഉറപ്പ് നൽകുന്നു. അതാണ് സജീവശിലയായ ക്രിസ്തു. പത്രോസിൻ്റെ തന്നെ വാക്കുകളാണ്. 1 പത്രോസ് 2:4. അതിനാൽ
സജീവശിലയായ അവനെ നമുക്ക് സമീപിക്കാം. മനുഷ്യർ തിരസ്കരിച്ചതും ദൈവം തെരഞ്ഞെടുത്തതുമായ അമൂല്യ ശിലയാണ് അവൻ. കണ്ടോ, പത്രോസ് തന്നെ പറയുകയാണ്, നമുക്ക് അവനെ സമീപിക്കാം. സജീവശിലയായ അവനെ നമുക്ക് സമീപിക്കാം. മനുഷ്യർ തിരസ്കരിച്ചതും ദൈവം തിരഞ്ഞെടുത്തതും. പ്രൈസ് ദ ലോർഡ്. കണ്ടോ, നമ്മളുടെയും അവസ്ഥ ഏതാണ്? നമ്മളെ മനുഷ്യർ തിരസ്കരിക്കും. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവർ നോക്കുന്നത് ബാഹ്യമായിട്ടുള്ള കാര്യമാണ്. സാമുവേൽ പ്രവാചകൻ വരെ തിരഞ്ഞെടുക്കാനായിട്ട്, രാജാവിനെ തിരഞ്ഞെടുക്കാനായിട്ട് പ്രവാചകനെ അയച്ചു ജസ്സയുടെ വീട്ടിലേക്ക്. ആദ്യം കണ്ട നല്ല തടിയും മിടുക്കുമുള്ള ആളെ കണ്ടുവഴി തന്നെ സാമുവേൽ പ്രവാചകൻ അയാളെ തിരഞ്ഞെടുക്കാമെന്ന് വെച്ചുകൊണ്ട്, ഒരു പ്രവാചകനായിട്ട് പോലും. അതാണ് മനുഷ്യൻ്റെ നോട്ടം. തലയിൽ ലേപനം ഒഴിക്കാൻ നിൽക്കുമ്പോഴാണ് കർത്താവ് പറഞ്ഞത്, ഇവനല്ല, ഞാൻ ബാഹ്യമായിട്ടല്ല കാണുന്നത്. തിരഞ്ഞെടുപ്പ് ആന്തരികമാണ്, ആന്തരികം. ഞാൻ ഹൃദയമാണ് നോക്കുന്നത്. ഓക്കെ സോറി ശരി, നീ മാറ്. ഇനി വേറെ ആരാ നിൻ്റെ ഓരോ മക്കളെയും കൊണ്ടുപോവാ. ഒരാളെയും കൊണ്ടുവന്നിട്ട് സിഗ്നൽ കിട്ടുന്നില്ല, ഇതല്ല. ഇനി നിനക്ക് ആരെങ്കിലും ഉണ്ടോ? ഇനിയുള്ളവനെ ഒന്നിനും കൊള്ളില്ല, അവൻ അവിടെ ആടിനെ മേയ്ക്കാൻ വിട്ടേക്കാണ്. എന്തെങ്കിലും ആവട്ടെ, അവനെ ഇങ്ങോട്ട് വിളിക്ക്. അവനെ വിളിച്ചപ്പോൾ അവൻ ആടിനെ മേയിച്ചുകൊണ്ടിങ്ങനെ ഒരിടയ്ക്ക് ഒരു പാട്ടൊക്കെ പാടി ഇങ്ങനെ നടക്കുകയാണ്. കർത്താവാണെൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. അവനെ വിളിച്ചപ്പോൾ ഇവനാണ് ദാവീദ്. എന്താ നിൻ്റെ പേര്? ദാവീദ്. ഇവനെയാണ് കർത്താവ് തിരഞ്ഞെടുത്തേക്കുന്നത്. കണ്ടോ, അപ്പൻ വരെ പറഞ്ഞ് അവൻ ചുമ്മാ ആടിനെ മേയ്ക്കാൻ വിട്ടേക്കണാണ്, അവൻ ഇത്രയും കൂടി കൊള്ളൂല. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഓരോരുത്തരെ കാണുമ്പോൾ. കുപ്പർട്ടീനോൻ്റെ സിനിമ നിങ്ങളോട് ഞാൻ കാണാൻ പറഞ്ഞിട്ടുണ്ട്, കാണാത്തൊരു കാണണം. സെൻറ്റ് ജോസഫ് കുപ്പർട്ടീനോ, COO കൂപ്പർ, COOPR കുപ്പർട്ടീനോ, ജോസഫ് ഓഫ് കുപ്പർട്ടീനോ. ഒരാൾക്കും വേണ്ടാതെ, അമ്മയ്ക്കും വേണ്ട, വീട്ടുകാർക്കും വേണ്ട, എല്ലാവർക്കും വേണ്ട, തൊഴുത്തിൽ ചാണകം വാരാൻ നിർത്തിയേക്കണ ഈ കുപ്പർട്ടീനോനെയാണ്. എന്നാൽ അവൻ വെറുതെ ഇങ്ങനെ ഇരിക്കുമ്പോൾ സമാധിയിലാണ്, ദൈവമായിട്ടാണ്. പക്ഷേ ആളുകൾ വിചാരിക്കുന്നത് ഇവന് വട്ടാണെന്നാണ്. അവനാണ് സഭയിൽ പറക്കുന്ന വിശുദ്ധനായി മാറിയത്, പറക്കുന്ന വിശുദ്ധൻ. അപ്പോൾ ഒന്നിനും കൊള്ളരുതവനാണ്. അവൻ എന്ത് ചെയ്യണം? ആ ചാണകം വരാൻ വെക്കി എന്ന് പറഞ്ഞു. നമ്മളെ സമൂഹത്തിൽ ഇതുപോലെ ആരെങ്കിലുമൊക്കെ നമ്മളോടും പറയും, ഇവനൊന്നിനും കൊള്ളില്ല എന്നൊക്കെ പറയുമ്പോൾ സൂക്ഷിക്കണം. കർത്താവ് ഒന്നിനും കൊള്ളരുതാത്തവരെ ഉണ്ടാക്കിയിട്ടില്ല എന്ന് മനസ്സിലാക്കണം. കർത്താവ് ചുമ്മാ ഒന്നിനും കൊള്ളരുതാത്തവരെ കുറേ പേരെ അങ്ങനെ ഉണ്ടാക്കിയിട്ടില്ല. കർത്താവ് സൃഷ്ടിച്ചവരെല്ലാം പ്രത്യേക ഗുണങ്ങളുള്ളവരാണ്. നമ്മളത് കാണാത്തത് കൊണ്ടാണ് പറയണത്, ഇവനൊരു കഴുതയാണ്, ഇവനൊന്നിനും കൊള്ളില്ല. മാതാപിതാക്കൾ തന്നെ ചിലപ്പോൾ പറഞ്ഞു വരും. അടിസ്ഥാനപരമായിട്ട് ദൈവത്തെ മനസ്സിലാക്കേണ്ട അതാണ്. ദൈവം ഒന്നിനും കൊള്ളരുതാത്തവരായിട്ട് ആരെയും സൃഷ്ടിച്ചിട്ടില്ല. ദൈവം സൃഷ്ടിച്ചവരെല്ലാം ദൈവത്തിൻ്റെ തന്നെ സ്വന്തം ഛായയിലും സാദൃശ്യത്തിലും ദൈവത്തിൻ്റെ അനന്തസമ്പന്നനായ ദൈവം, തന്നിൽ തന്നെ സൗഭാഗ്യവാനായ ദൈവം തൻ്റെ ദൈവിക ജീവനിൽ ഭാഗമാക്കാകാനാണ് സൃഷ്ടിച്ചത്. ഈ കുപ്പർട്ടീനോയുടെ സിനിമ കാണുമ്പോൾ എനിക്കുള്ള വലിയ ഒരു, ദൈവമേ, ഇങ്ങനെയാണല്ലോ ദൈവം മനുഷ്യരെ ഉയർത്തുന്നത്. അപ്പോൾ അതാണ് സജീവശിലയായ അവനെ. അതിനാൽ സജീവശിലയായ അവരെ നമുക്ക് സമീപിക്കാം. മനുഷ്യർ തിരസ്കരിച്ചതും അതാണ്. പണിക്കാറുപേക്ഷിച്ച് പോയല്ലോ. കല്ല് മൂലക്കല്ലായി തീർന്നു, ഇത് കർത്താവിൻ്റെ പ്രവൃത്തിയാണിത്.
നമ്മുടെ ദൃഷ്ടിയിൽ വിസ്മയാവഹമായിരിക്കുന്നു. തുറന്നു പറയാണ്, പത്രോസിൻ്റെ മേൽ പണിയപ്പെട്ട തൻ്റെ സഭയ്ക്ക് മരണശക്തികൾക്കെതിരെ വിജയം ഉറപ്പ് നൽകുന്നു. അതാണ് നമ്മൾ പിശാചിലൂടെയുള്ള പ്രവർത്തനങ്ങൾക്കും വലിയ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ്? നമുക്ക് ഈ രണ്ട് ശക്തി തമ്മിൽ മനസ്സിലാവുന്നില്ല അർത്ഥം. പലപ്പോഴും നമ്മൾ വിചാരിക്കുന്നത് പിശാചുണ്ട്, തിരിച്ചടി ഉണ്ടാവും, ആകെ നശിപ്പിച്ചു കളയും. ആരാ ഇവിടെ ഇരിക്കണത്? നമ്മുടെ അകത്തിരിക്കണത് ആരാ? സർവാധിപനാം കർത്താവേ എന്നൊക്കെ പാടിക്കഴിഞ്ഞിട്ടാണ്. ആ പാടിയ ആൾക്കാരെന്നെയാണ് ഈ പറയണത്. പിശാച് ആകെ നിന്നെ തകർത്ത് കളയും. മനസ്സിലായിട്ടുണ്ടോ? അപ്പം ആദ്യം നമ്മൾ മനസ്സിലാക്കണം, ഈ മരണശക്തിയും പിശാചിൻ്റെ ശക്തിയും, പിശാച് ഒരു സൃഷ്ടി മാത്രമാണ്. ഈ നമ്പർ ഒന്നെടുത്ത് വായിക്കണം, 395. അത് മുഴുവനും വായിക്കണം. ഞാൻ അതിൻ്റെ ആദ്യത്തെ ഒരു വരി മാത്രമേ പറയുന്നുള്ളൂ. എങ്കിലും പിശാചിൻ്റെ ശക്തി അനന്തമല്ല, അവനൊരു സൃഷ്ടി മാത്രമാണ്. അപ്പോൾ ദൈവമോ സൃഷ്ടാവ്. ഇത്രയും മനസ്സിലാക്കിയാൽ മതിയല്ലോ. ആരാണ് ശക്തൻ? പിശാച് ഒരു സൃഷ്ടി, മാലാഖയായിരുന്നു. ആ മാലാഖയായിരുന്നപ്പോൾ എന്താ? സൃഷ്ടിയാണ്. ആ മാലാഖ വഴിപഴച്ച് പിശാചായി. എന്നാലും പിശാചിന് ശക്തിയുണ്ട്. പക്ഷെ എന്തിൻ്റെ ശക്തി? ഒരു സൃഷ്ടിയുടെ ശക്തി. എന്നാൽ അതിൻ്റെ മുകളിൽ വേറെ ആർക്കാണ് ശക്തി? സൃഷ്ടാവിന്, സർവാധിപൻ. ആ സർവാധിപൻ അറിയാതെ പിശാചിന് അനങ്ങാൻ പറ്റില്ല. ഇപ്പം നമ്മുടെ രാഷ്ട്രീയ എലക്ഷൻ സമയത്ത് അതുവരെ ഭരണത്തിലുണ്ടായിരുന്ന പാർട്ടി തോറ്റു, അടുത്ത പാർട്ടി ജയിച്ചു. ഇപ്പോൾ ആരാണ് റൂളിംഗ് പാർട്ടി? ജയിച്ച പാർട്ടി. ഇപ്പോൾ മുമ്പുണ്ടായിരുന്ന പാർട്ടി തോറ്റു, ആ പാർട്ടിയുണ്ട്, പാർട്ടിയുടെ ആൾക്കാരുണ്ട്, പക്ഷേ അധികാരമില്ല, ഒപ്പോസിഷൻ പാർട്ടി. അപ്പോൾ എന്ന പോലെയാണ് പിശാച് താനാണ് എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്, തന്നെയാണ് രാജ്യം എന്നെല്ലാം പറഞ്ഞുകൊണ്ടിരുന്ന ആ പിശാചിനെ തോൽപ്പിച്ച് പാർട്ടി, പാർട്ടി ദൈവരാജ്യം വിജയിച്ചിരിക്കുന്നു. പക്ഷേ ഈ തോറ്റ പാർട്ടിയുണ്ട്, പാർട്ടിയുടെ ആൾക്കാരുണ്ട്. അവരെപ്പോഴും ബഹളം ഉണ്ടായിക്കൊണ്ടിരിക്കും. പക്ഷെ നമ്മൾ മനസ്സിലാക്കണം, അത് തോറ്റ പാർട്ടിയാണ്, ഒപ്പോസിഷൻ പാർട്ടിയാണ്. അവനോട് കിടന്ന് കുറച്ചോട്ടെ. ഇവിടെ റൂളിംഗ് പാർട്ടി, നമ്മുടെ പാർട്ടി, നമ്മൾ റൂളിംഗ് പാർട്ടിയിലാണ്. അവന് നമ്മളൊന്നും ചെയ്യാൻ പറ്റില്ല. ഇതാണ് നമുക്കുണ്ടായിരിക്കേണ്ട മനോഭാവം. അതാണ് മരണശക്തികൾക്കെതിരെ വിജയം ഉറപ്പ് നൽകുന്നു. വിജയം ഉറപ്പ്. അപ്പോൾ ഈ തോറ്റ പാർട്ടിയുടെ ഭയങ്കര ഒച്ചയിലൊക്കെ സംസാരിക്കണതൊക്കെ നമ്മൾക്ക് കാണാം, ഇല്ലേ? പല സ്ഥലത്ത് കാണുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ അത് തുറക്കുമ്പോൾ തന്നെ ഓഫ് ചെയ്തേക്കണം. ഇത് നമ്മുടെ പാർട്ടിയല്ല, ഇത് തോറ്റ പാർട്ടിയുടെ ഒച്ചയാണ്. അത് കേൾക്കാനേ നിൽക്കരുത്. അത് കേൾക്കേണ്ടതിന് ആവശ്യമില്ല നമുക്ക്. താൻ ഏറ്റുപറഞ്ഞ വിശ്വാസം മൂലം പത്രോസ് സഭയിൽ അചഞ്ചലമായ പാറയായി നിലനിൽക്കും. പ്രൈസ് ദി ലോർഡ്. അതാണ് നമ്മൾ ഓരോ ദിവസവും ഈ വിശ്വാസം പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും താൻ ഏറ്റുപറഞ്ഞ വിശ്വാസം മൂലം പത്രോസ് സഭയിൽ അചഞ്ചലമായ പാറയായി നിലനിൽക്കും. എല്ലാ വീഴ്ചകളിൽ നിന്നും ഈ വിശ്വാസത്തെ സംരക്ഷിക്കുകയും, വീഴ്ചകളുണ്ടാവും, പക്ഷേ അതിൽ നിന്നെല്ലാം സംരക്ഷിക്കാം. സംരക്ഷണത്തിനുള്ള വ്യവസ്ഥതയുണ്ട്. ഈ വിശ്വാസത്തിൽ തൻ്റെ സഹോദരങ്ങളെ ഉറപ്പിച്ച് നിർത്തുകയുമാണ് പത്രോസിൻ്റെ ദൗത്യം. അപ്പോൾ പത്രോസ് തന്നെ വീണു പോകാം. കാരണം പത്രോസ് തൻ്റെ സ്വന്തം ശക്തിയിലല്ല ഇത് നടത്തുന്നത്. അതുകൊണ്ട് തൻ്റെ സ്വന്തം ശക്തി നോക്കുമ്പോൾ ചില സമയത്ത് ബലഹീനനാണ് പത്രോസ്. പക്ഷേ കർത്താവ് അവന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വിഷമിക്കണ്ട, ഞാൻ നിന്നെ പൊക്കിയെടുക്കും. കർത്താവ് പറഞ്ഞു, ഞാനും വരട്ടെ അങ്ങയുടെ കൂടെ വെള്ളത്തിൽ നടക്കാൻ. വന്ന് അടുത്തെത്തിക്കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് നോക്കി, അയ്യോ ഞാൻ വെള്ളത്തിൽ, അയ്യോ അതെ ഓണം വരണല്ലോ എന്ന് പറയാല്ല. പത്രോസ് മുങ്ങിയപ്പോൾ കർത്താവ് അവനെ വിട്ടോ. ഉടനെ കർത്താവ് തൻ്റെ കൈ കൊടുത്തു. അയ്യോ കർത്താവേ എന്നെ പിടിച്ചോ, ഞാൻ മുങ്ങിപ്പോടൂ. വിഷമിക്കണ്ട മോനെ, ഞാനുണ്ട് നിൻ്റെ കൂടെ, പിടിച്ചു. കണ്ടോ ഈ സീനൊന്ന് ഓർക്കണം. പത്രോസ് വെള്ളത്തിൽ മുങ്ങി, അപ്പോൾ കൈ പിടിച്ചിങ്ങനെ പൊക്കി എടുത്തുകൊണ്ട് വീണ്ടും നിർത്തുന്നു.
എന്നിട്ട് ഇവർ രണ്ടുപേരും കൂടി നടക്കണ ഒരു സീനാണ്. അപ്പോൾ അവിടെ ഒരു ചർച്ചയൊക്കെ അവർ സംസാരിക്കുകയാണ്. അത് നിങ്ങൾ കാണണം, അനിമേഷൻ ഫിലിമിൽ അത് ഉള്ളത്. അവർ വെള്ളത്തിൻ്റെ മീതെ രണ്ടുപേരും കൂടി നടന്നു പോകുമ്പോൾ കർത്താവ് അവനോട് പറയാണ്, എടാ നിന്നെ എൻ്റെ ഒപ്പം നടക്കാൻ വേണ്ടിയാണ് ഞാൻ സൃഷ്ടിച്ചേക്കണത്. ദൈവത്തെ പോലെ തന്നെയാണ് നിന്നെ സൃഷ്ടിച്ചേക്കണത്. ദൈവത്തിൻ്റെ ഛായയിലാണ് നിന്നെ സൃഷ്ടിച്ചേക്കണത്. നീ ഇതേമാതിരി മുങ്ങാനല്ല എന്നൊക്കെ പറഞ്ഞിട്ടൊരു ഭാഗമുണ്ട്. അപ്പോൾ നമ്മൾ മുങ്ങിയാലും നമ്മൾ ആരുടെ കയ്യിലാണ് നിൽക്കണേ? കണ്ടോ, ഞാൻ കാണിച്ചു തരാറില്ല ഇത്. കർത്താവിൻ്റെയോടൊപ്പമാണ് നമ്മൾ കർത്താവിൻ്റെ കയ്യിലാണ്. പക്ഷേ ചിലപ്പോൾ വീണു പോണു. വീണാലും എവിടെയാ? കർത്താവിൻ്റെ കയ്യിൽ തന്നെയാണ്. കർത്താവ് ഉടനെ നമ്മളെ പിടിച്ചുയർത്തും. ഇതാണ് പാറ. കർത്താവാണ് ഈ പാറ ഉണ്ടാക്കുന്നതും, കർത്താവാണ് ഈ പാറയിൽ പണിതുയർത്തുന്നതും, കർത്താവാണ് സർവാതീത ശക്തി എന്നുള്ളത് മനസ്സിലാക്കണം. സമയം കഴിയാറായി. ഇത്തിരി വിശദമായിപ്പോയി, ക്ഷമിക്കണം. നമ്മൾ ഇനി അടുത്തത് 1814 ഖണ്ഡികയാണ്. 1814 അത് വിശ്വാസത്തെക്കുറിച്ചാണ്. വിശ്വാസമെന്ന ആ ദൈവിക പുണ്യം. ഇപ്പം ഇവിടെ ഇനി നമ്മൾ വിശ്വാസവും കൃപാവരമാണെന്ന് മനസ്സിലാക്കിയല്ലോ. അപ്പോൾ ആ ദൈവിക കൃപകൾ, 3 തിയോളജിക്കൽ വെർച്യൂസ്, ദൈവിക പുണ്യങ്ങൾ, വിശ്വാസം, പ്രത്യാശ, സ്നേഹം. അങ്ങനെ ആ 3 ദൈവിക പുണ്യങ്ങളെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അതിനകത്ത് വിശ്വാസം എന്നുള്ളതാണ് ആദ്യം, പിന്നെ പ്രത്യാശ, പിന്നെ സ്നേഹം. അപ്പോൾ അവിടെ വിശ്വാസം എന്നതിനെക്കുറിച്ച് പറയുന്നത് ഇതാണ്. 1814 ദൈവം സത്യം തന്നെയാകയാൽ നാം ദൈവത്തിൽ വിശ്വസിക്കുന്നതും അവിടുന്ന് പറയുകയും വെളിപ്പെടുത്തുകയും ചെയ്ത സകലതും വിശ്വസിക്കുന്നതും നാം വിശ്വസിക്കാൻ വേണ്ടി വിശുദ്ധ സഭ നമുക്ക് നിർദ്ദേശിക്കുന്നവയും എല്ലാം വിശ്വസിക്കുന്നതും ഏത് സുഹൃത്തത്താലാണോ അതാണ് വിശ്വാസം എന്ന ദൈവിക സുഹൃത്തം. ഒരു ഡെഫിനിഷനാണ്. ദൈവം സത്യം തന്നെയാകയാൽ നാം ദൈവത്തിൽ വിശ്വസിക്കുന്നതും അവിടുന്ന് പറയുകയും വെളിപ്പെടുത്തുകയും ചെയ്ത സകലതും വിശ്വസിക്കുന്നതും നാം വിശ്വസിക്കാൻ വേണ്ടി വിശുദ്ധ സഭ നമുക്ക് നിർദ്ദേശിക്കുന്നവയെല്ലാം വിശ്വസിക്കുന്നതും ഏത് സുഹൃത്തത്താലാണോ അതാണ് വിശ്വാസം എന്ന ദൈവിക സുഹൃത്തം. വിശ്വാസം വഴി മനുഷ്യൻ സ്വാതന്ത്ര്യത്തോടെ തന്നെ പൂർണ്ണമായി ദൈവത്തിന് സമർപ്പിക്കുന്നു. ഇക്കാരണത്താൽ വിശ്വാസി ദൈവത്തിൻ്റെ ഹിതം അറിയാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും ശ്രമിക്കുന്നു. നീതിമാൻ വിശ്വാസം വഴി ജീവിക്കും. സജീവ വിശ്വാസം സ്നേഹത്തിലൂടെ പ്രവർത്തിക്കുന്നു. അപ്പോൾ ഇത് കുറച്ച് വിശദീകരണം ആവശ്യമുണ്ട്. നമ്മളിപ്പോൾ ഇവിടെ നിർത്തുന്നു. നമുക്ക് നന്ദി പറയാം. ഈശോയെ നന്ദി. പ്രൈസ് ദി ലോർഡ്.